ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത തൃശൂർ ജില്ലാ കളക്ടർക്കെതിരെ നടപടിക്കൊരുങ്ങുമ്പോഴും കളക്ടർ എടുത്ത വിവാദ തീരുമാനം റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. നിയമം ലംഘിച്ച് വാഹനങ്ങൾ ഭാരതപ്പുഴയിലേക്ക് ഇറക്കിയുള്ള മണൽ കൊള്ള ഇപ്പോഴും തുടരുന്നു. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടിക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണർ ശുപാർശ ചെയ്തത്. നദീതീര സംരക്ഷണ മണൽവാരൽ നിയന്ത്രണ നിയമത്തെ അവഗണിച്ച് പുഴയിലേക്ക് ലോറി ഇറക്കി മണലെടുക്കാൻ അനുമതി നൽകിയ തൃശൂർ ജില്ലാ കളക്ടർ PM ഫ്രാൻസിസിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് 2 ദിവസത്തിന് ശേഷമുള്ള ഭാരതപ്പുഴയിലെ കാഴ്ചയാണിത്. ലോറികൾ മുൻപത്തെ പോലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങി മണലെടുത്തു മടങ്ങുന്നു. കളക്ടർക്കെതിരെ നടപടിക്കൊരുങ്ങുമ്പോഴും അദ്ദേഹം എടുത്ത തീരുമാനം അങ്ങനെ തന്നെ തുടരുന്നു. തലപ്പള്ളി താലൂക്കിൽപ്പെട്ട 5 പഞ്ചായത്തുകളിലെ 15ഓളം കടവുകളിൽ നിന്നാണ് ദിനംപ്രതി 100 കണക്കിന് ലോഡ് മണലെടുക്കുന്നത്. എല്ലായിടത്തും ലോറികൾ പുഴയിലേക്ക് ഇറക്കും. സെപ്റ്റംബർ 19-ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് പുഴയിലേക്ക് വാഹനങ്ങൾ ഇറക്കി മണലെടുക്കുന്നത് തുടരാൻ തീരുമാനിച്ചത്. 2001-ൽ കേരള നിയമസഭ പാസാക്കിയ നദീതീര സംരക്ഷണ മണൽവാരൽ നിയന്ത്രണ നിയമപ്രകാരം ലോറികൾ പുഴയിലേക്ക് ഇറക്കാൻ പാടില്ല. നദീതടത്തിൽ നിന്നും 10 മീറ്ററിനപ്പുറത്തു നിന്നും മണലെടുക്കരുതെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. ഈ നിയമം മറികടന്ന് പുഴയിലേക്ക് ലോറി ഇറക്കി മണലെടുക്കാൻ അനുവദിച്ച ജില്ലാ കളക്ടറോട് ലാൻഡ് റവന്യൂ കമ്മീഷണർ TO സൂരജ് കഴിഞ്ഞ ദിവസം വിശദീകരണം തേടിയിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ കളക്ടർക്കെതിരെ അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ശുപാർശ നൽകുകയും ചെയ്തു. നിയമം ലംഘിച്ച് ഭാരതപ്പുഴയിലേക്ക് ലോറി ഇറക്കി മണലെടുക്കാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും മണലെടുപ്പ് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പുഴയിലേക്ക് ലോറി ഇറക്കിക്കൊണ്ടുള്ള മണലെടുപ്പ് ഇപ്പോഴും ഇവിടെ സജീവമായി തന്നെ തുടരുകയാണ്. ചെറുതുരുത്തിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ഷിജോ ജോസ്, റിപ്പോർട്ടർ. മണൽ മാഫിയയ്ക്ക് അനുകൂലമായി മന്ത്രി CN ബാലകൃഷ്ണൻ നടത്തിയ വിവാദ പ്രസംഗം പുറത്ത്. സംസ്ഥാനത്ത് യഥേഷ്ടം ലഭ്യമായ മണൽ വാരുന്നതിന് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വില ഇരട്ടിയാക്കുന്നു എന്ന് ബാലകൃഷ്ണൻ. ഭൂമി ഏറ്റെടുക്കാതെ വ്യവസായം ആകാശത്ത് തുടങ്ങാൻ പറ്റുമോ എന്നും മന്ത്രി എറണാകുളം ഏലൂരിലെ CMRL കമ്പനിയുടെ വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ ചോദിച്ചു. കമ്പനി പരസ്യത്തിനൊപ്പം ഈ പ്രസംഗം പുറത്തുവിടുകയായിരുന്നു. മണലും മെറ്റലുമെല്ലാം ആവശ്യത്തിലേറെയുണ്ട്. എന്നാൽ മണൽവാരലിന് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വില ഇരട്ടിയാക്കുകയാണെന്ന് CN ബാലകൃഷ്ണൻ പറയുന്നു. നമ്മളോട് ധാരാളം മണലിനോ മെറ്റലിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. മണൽ വാരിയാലും മണലുണ്ടാവും. പക്ഷെ ആവശ്യമില്ലാത്ത നിയന്ത്രണം വെച്ച് 5 രൂപയുടെ സാധനം 50 രൂപയായിട്ട് മാറ്റി ഒരു ലോഡ് മണൽ കിട്ടാൻ സാധ്യമില്ലാത്ത മണലില്ലാത്തതുകൊണ്ടാണ്. 1 ഇഞ്ച് ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കാതെ വ്യവസായം ആകാശത്ത് തുടങ്ങാൻ കഴിയുമോ എന്നും മന്ത്രി ചോദിക്കുന്നു. വളരെയധികം വ്യവസായങ്ങൾ വളരേണ്ട സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ പല തടസ്സങ്ങളും നേരിടുക. ഭൂമി ഇല്ലാണ്ട് വ്യവസായം ഉണ്ടാക്കാൻ പറ്റും. 1 ഇഞ്ച് ഭൂമി തൊടാൻ പാടില്ല. എവിടെ കൊണ്ടുവയ്ക്കാം? പിന്നെ ആകാശത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ വ്യവസായം? തൃശൂരിൽ മണൽ മാഫിയയ്ക്ക് അനുകൂലമായി ജില്ലാ കളക്ടർ തീരുമാനമെടുത്തതിന് പിന്നിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായ CN ബാലകൃഷ്ണനാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന. PK രാജേഷ്, റിപ്പോർട്ടർ, കൊച്ചി.